and welcome to a brand new episode of Comedy Masala. നമ്മുടെ ഷോയുടെ ഭാഗമാവാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ ഈ ഷോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് താരങ്ങൾ കൂടി എത്തുന്നു, ഉല്ലാസ് പന്തളം ആൻഡ് ഹരിശ്രീ മാർട്ടിൻ. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. മാർട്ടിൻ ചേട്ടാ സുഖല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ? പിന്നെ തുടങ്ങാം. ഇന്നത്തെ അംഗം ഓക്കെ. അപ്പൊ നമ്മുടെ കോമഡി മസാലയുടെ ഒരു ഫ്രഷ് ന്യൂ എപ്പിസോഡ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു അടിപൊളി സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് വരികയാണ് ടീം റോയൽ ചലഞ്ചേഴ്സ്. കളി 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 അങ്ങോട്ട്. ഓ കണ്ണ് രണ്ടെണ്ണം തുറന്നു വെച്ചാൽ അവന് കാഴ്ചയില്ല. അപ്പൊ ഒറ്റക്കൻ അടുത്ത് വെച്ച് അടിച്ചാൽ പോണോ? കോൺസെൻട്രേഷൻ കളയരുത്. ഇപ്പൊ കണ്ടാണ് നീ. ഇപ്പം കാഴ്ച കളി കണ്ടാടാ. എന്റെ അല്ലേ വെള്ള കൊയ്? അത് എന്റെ കട്ടയല്ലേ വെള്ള, നിന്റെയാണ് വെള്ള. എടാ അവനൊക്കെ എന്നാ പിന്നെ ഇപ്പം എവിടെ പോണു എവിടെ പോണു അവിടെ കളി അവിടെ പോയി കളി. എന്തോ നീ അങ്ങനെ പറയാൻ കാര്യം? എടാ അവിടെ നിന്നല്ലേ നീ കളിച്ചോണ്ട് റോങ് കളിയല്ലേ ഇത് ഇവിടെ നിന്ന് കളിച്ചാ? എടാ ഇത് ക്യാരംസ് കളിയാണോ? ആ. എത്ര പേരാ ക്യാരംസ് കളിക്കുന്നത്? 4 പേര്. 4 പേരാണ്. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഒരാളുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? ആ. അപ്പുറത്തെ ആളാരും നീ നോക്കണം. ഓ എല്ലാം കൂടി ഇപ്പൊ എന്നെ ഉണ്ടാക്കി എടുത്ത് നോക്കാൻ പറ്റൂ. ഹലോ 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 ഹലോ. ആ പറടാ എന്താ? ആ എടാ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ എന്നെ ഫോണിൽ വിളിക്കല്ലേ, ഫോണിൽ വിളിക്കല്ലോ. ആരാ? ചക്ക സുനി. ഡേയ് അത് തന്നെ നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേള്. നിന്റെ അടുത്ത് ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞു ഇനി ഈ കാര്യവും പറഞ്ഞ് നീ എന്നെ വിളിക്കരുതേ എന്ന്. ഇനി എടാ മനുഷ്യനായ നാണവും മാനവും വേണം. ഇനി നീ ഈ ഫോണിൽ വിളിച്ചാൽ നിനക്ക് എതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. കേട്ടാ വേണം. എന്തോടാ അവൻ പറഞ്ഞേ? എടാ അവൻ പറഞ്ഞെന്ന് അറിയാമോ? ഇന്ന് രാവിലെ പണിയുണ്ട്, പണിക്ക് ചെല്ല വേണ്ടി പണിക്ക് വിളിച്ചതായിരുന്നു. ആ എന്റെ നമ്പർ കൊടുക്കല്ലേ കേട്ടോ. ആ എടാ, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ പഞ്ചായത്തിന് മുഴുവൻ പട്ടികളാ. കൊന്നര. അല്ല പിന്നെ എന്തൊരു ശല്യമാണെന്നറിയോ? ഇവിടെ നമ്മളെ കണ്ടാ കല്ലേട്ടനില്ലേ? ആ. കല്ലേട്ടൻ കഴിഞ്ഞ ദിവസം അതുവഴി നടന്നു വന്നപ്പോ പട്ടി കടിച്ച് പറിച്ച് നാശമാക്കി കളി. ഛേ, ആ എടീ കടിച്ച പട്ടി പേപ്പട്ടിയാണോ? ഓ പട്ടി കടിക്കാൻ വരുമ്പോഴത്തേക്ക് പട്ടി നിനക്ക് പേയുണ്ടോ പേയില്ലയോ അങ്ങനെ ചോദിക്കാൻ പറ്റുവോളാ? അത് കടിച്ച് പറിച്ചിട്ട് അതിന്റെ പാട്ടി. ഇവിടെ വേറെ കാര്യമുണ്ട്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റും ഉമ്മം വെക്കണം. അല്ലല്ല കുത്തി വെക്കണം. എടാ മണ്ട, ഈ പട്ടിയുടെ പുക്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെ കൊണ്ടാടാ കുത്തി വെക്കുന്നത്? നീ കളിക്കാൻ നോക്കി. എടാ നിന്റെ അച്ഛന് ആ. ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്ത് കാര്യം എന്താണത്? അതെ അച്ഛന് ഭയങ്കര ആഗ്രഹം എന്താ? കല്യാണം കഴിക്കണം. 10-60 വയസ്സായ രണ്ടാളം കിളവന് കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹം. എടാ അതല്ലെന്ന്. എടാ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമെന്ന്. എടാ അതിനിപ്പോ പെണ്ണ് കെട്ടണ അവർക്ക് സഹായം ആവൂലേ? എടാ ശരിയാവില്ല. അതെന്ത്? എനിക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇല്ലപ്പാ. എടാ നമ്മള് ആശാരിമുക്ക് വഴി രാവിലെ വരുന്ന 8:30 വരുന്ന കല്ലൂര് ബസ്സില്ലേടാ, ആ അതിന്റെ മുൻ സീറ്റിൽ ഒരാളുണ്ട്. അത് ഡ്രൈവറല്ലേ? എടാ ഡ്രൈവർ അല്ല. ആ എടാ സൈഡിലത്തെ വാതിലില്ലേടാ, ആ വാതിലിന്റെ അവിടെ ഒരു ആള്. എടാ അതാണ് ക്ലീനർ. എടാ ക്ലീനറും ഡ്രൈവറും അല്ല, അതിന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഒരു മഞ്ഞക്കിളി ഇരിപ്പുണ്ട്. പെണ്ണ ലൈനാ. നിനക്ക് ലൈനാ? എത്ര ആളായി? കുറെ നാളായി, ഒരുപാട് വർഷം. കട്ട ലൈനാ, സെറ്റപ്പ് ലൈൻ. അവളെ ഫ്രണ്ട് സീറ്റിലിരിക്കും, ഞാൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഇങ്ങനെ കണ്ണി നോക്കി കഥ പറയും. എന്ത് കഥ കളിയാ? സിനിമാ കഥ. ഏതാ പടം? എടാ ഈ ലൈൻ അടിക്കുന്നവര് നമ്മൾ ഇങ്ങനെ കണ്ണി നോക്കി അങ്ങനെ. ആളെ വേറെന്തുവാ പേര്? ബിന്ദു, സിന്ധു, വേറെ അറിയത്തില്ല. അറിയത്തില്ലേ? ശരി, ആളെ വീട് എവിടെ? വീട് നെടുമങ്ങാട്, വാളിക്കോട്, പന്തളം. വീട് അറിയത്തില്ല. വീടും അറിയത്തില്ല, പേരും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ലൈനാ, അതെനിക്കറിയാം. അവൾ എവിടെയാ ഇറങ്ങുന്നേ? അവള് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങും. ഞാൻ അവിടുന്ന് 2 സ്റ്റോപ്പിന് അപ്പുറത്ത് ഞാൻ പറഞ്ഞു. എടാ പരമപരാജയമേ, അവളെ കൂടെ നീ അങ്ങ് ആ കോളേജിൽ ഇറങ്ങണം. എന്നിട്ട് കോളേജിനകത്ത് പോയി അവളോട് പറയണം, കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയണം. എടാ അതാണ് ലൈൻ, അതാണ് ചെയ്യേണ്ടത്. എടാ അതെ, അതെനിക്ക് എൻ്റെ വീട്ടുകാരോടുള്ള വാശിയാണ്. എന്താ വാശി? സ്കൂളിന്റെ കോളേജിന്റെ പടി ചവിട്ടത്തില്ല. ഇങ്ങനെയാണോ നീ കുറെ പെണ്ണ് കെട്ടും? ഇത്ര പറയുന്ന ആള് നീ എന്താ പെണ്ണ് കേട്ടത്? എടാ എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, നാട്ടുകാർക്കറിയാം. വാർത്തയ്ക്ക് പെൻഷൻ മേടിക്കാൻ നിൽക്കുന്നവനാ, പ്രായമായില്ലേ? പതുക്കെ പറ, ആൾക്കാർക്ക് എനിക്ക് ഒരുപാട് പ്രായമൊന്നും കഷണ്ടി ഉള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ ജനുവരി 10-ാം തീയതി എനിക്ക് 30 വയസ്സാവേ ഉള്ളൂ. ഏത് ജനുവരി 10? എല്ലാ ജനുവരിയും 10-ാം തീയതി 30 വയസ്സ്. കുറെ ജനുവരി 10 ആയി. എന്റെ ജീവിതത്തിൽ പെണ്ണില്ല. പെണ്ണ് ഞാൻ കല്യാണം കഴിക്കത്തില്ല. പെണ്ണുങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കല്യാണം കഴിക്കത്തില്ല.
എടാ ഇപ്പൊ ഇതൊക്കെ പറയാൻ സുഖമാണ്, ആ. പക്ഷെ പിന്നീട് ആലോചിക്കണം. ആ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതെനിക്കറിയാം. ഒരു രോഗി വന്നാ തീർന്ന്. രോഗിയാ? ആ എടാ രോഗിയില്ല, ചുഴലിക്കാറ്റ് രോഗി. എടാ തോൽവി, രോഗിയല്ല, ഓഹി. ഓഹി ചുഴലിക്കാറ്റ്. രോഗിയായാലും കീകിയായാലും വന്നാ ജീവിതം പോയില്ലേ. അത് ശരിയാണ് കേട്ടാ. ഓഹിയെ ചുഴലിക്കാറ്റും പെണ്ണുങ്ങളും തമ്മിൽ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. അതിന് രണ്ട് വന്നാലും കുടുംബത്തോട് അടിച്ചെടുത്തോണ്ട് അങ്ങ് പോവും. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ചുഴലിക്കാറ്റിന്റെ പേരെന്താ? മെറീന, ആ. കത്രീന, ആ. സുനാമി, ആ. പിന്നെ ഇപ്പൊ ഓഖി, ആ. പിന്നെ അശ്വതി. എല്ലാം പെണ്ണുങ്ങളെ പേരാന്നേ. ആ അല്ലാതെ ഏതെങ്കിലും ചുഴലിക്കാട്ടിന് മാർട്ടിൻ എന്നോ ഉല്ലാസ് പന്ത്രോ എന്നോ നെൽസൺ എന്നോ രായപ്പുഴെന്നോ എല്ലാം പേരുണ്ടാ? ഇല്ല ഇല്ല. എടാ ഈ ആണുങ്ങളൊക്കെ പാവമാണ്. കാറ്റടിച്ച് വിഷയം ഉണ്ടാക്കത്തില്ല, വല്ലപ്പോഴും വാറ്റടിച്ച വിഷയം ഉണ്ടാക്കാറുണ്ട്. നീ കളിക്കാൻ നോക്കും. ആ ഇവിടെ നിൽക്കുകയാണ്. അല്ല നിങ്ങളുടെ തലയിലോട്ട് കയറി നിൽക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാമോ? നിങ്ങൾ അവിടെ നോക്കിയായിരുന്നു? അവിടെ നോക്കി, അവിടെ നോക്കിയായിരുന്നു? അവിടെ നോക്കിയെന്ന്. അവിടെ എവിടെ പോയി നോക്കാം, ഇവിടെ വന്ന് നോക്കണം. ഇവിടെ അല്ലേ ഞാൻ നിൽക്കുന്നത്. നോക്കിയപ്പോ എല്ലാം കണ്ടത്. ഇതെന്താന്ന് ഞൊട്ടിക്കളിയാ? എല്ലാം തട്ടി തെറിപ്പിച്ചു. ഞൊട്ടിക്കളിയൊന്നും അല്ല, ഇത് ക്യാരം ബോർഡ് കളി. കാരം ബോർഡ് കളിയാ? അതായത് ഇത് ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കോയിൻ ഇങ്ങനെ തട്ടി കൂടുതൽ ആ കുഴിക്കകത്ത് വീഴുന്ന ആളാണോ അവര് ജയിക്കും. അവര് ജയിക്കും. അതിനൊരു കുറ്റിച്ചൂലെടുത്ത് അങ്ങ് തൂത്തിറക്കിയാ പോരെ. ഇത് ആരടാ ഇത്? ബ്രോക്കറാ, ഒരു കാര്യമില്ല. ബ്രോക്കറേ, ഇതെന്തോന്ന് മത്സരം? ജംഗ്ഷനിൽ ഭയങ്കര മത്സരം നടക്കില്ല. എന്തോ മത്സരം? ബൈക്ക് റൈസിംഗ്. അധികമൊന്നുമില്ലടാ, ഒരു 1.5 പിരി. ഭയങ്കര മത്സരം. ആരൊക്കെയാ മത്സരം? നമ്മളെ കരിച്ച രവിയണ്ണന്റെ മക്കളില്ലേ തലകറച്ച പയ്യന്മാര്. ഓ അമാരോ? അയ്യോ കണ്ണ് തള്ളിപ്പോ നോക്കിക്കണോരാ. എന്നിട്ട് ആര് ജയിച്ച്? 108. 108 ജയിച്ചാ? ആ യവന്മാരെ ബാലി പറക്കൊണ്ട് 100 കൂട്ടിയിട്ട് പോയത്. ആ. ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്കറിയാം. എനിക്കറിയാം. അതെ, ആ. ഇവന്റെ വീട്ടുകാർ ഭയങ്കര നിർബന്ധം. എന്തോടെ? ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടാണ് വന്നത്. നാളെ രാവിലെ പെണ്ണ് കാണാൻ പോണം. ഞാൻ വരത്തില്ല, എനിക്ക് പെണ്ണ് വേണ്ട. എടാ ഞാൻ അവിടെ വാക്ക് പറഞ്ഞ കേസാണത്. നിന്നെയും കൊണ്ട് ചെല്ലാന്നു. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതെ പിള്ളേ, നീ കൂട്ടുകാരൻ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എടാ അങ്ങനെ കഷ്ടപ്പെട്ട് പോയല്ലേ, നീ പോയി കണ്ടിട്ടൊക്കെ വാടാ. എടാ എനിക്ക് മറ്റേ ബസ്സേല മറ്റേ മഞ്ഞക്കിളി. ഓ അല്ല ഞങ്ങള് വേറെ കേസ് അതെ, എന്റെ ചോറാണ്. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. നീ നാളെ വന്നേ പറ്റൂ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പെണ്ണ് വേണ്ട. എടാ ചെറുക്കാടാ, അങ്ങേര് കഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ജോലി. നീ ഒന്ന് പോയി കണ്ടിട്ട് വന്ന എന്താണ് കുഴപ്പം? എന്താണ് അത്ര നിർബന്ധമാണ്? നീ പോ. എടാ എന്റെ ജീവിതത്തിൽ പെണ്ണില്ല, ഞാൻ പിന്നെ അങ്ങനെ പോകും. നീ പോയാ എടാ ഒരു ഐഡിയ ഉണ്ട്. നീ ചെറുക്കനായിട്ട് പോ, ഞാൻ നിന്റെ കൂട്ടുകാരനായിട്ട് വരാം. എടാ അങ്ങനെ പോയി അവസാനം തലയിലാവും, അതൊന്നും ശരിയാവത്തില്ല. എടാ നമുക്കവിടെ ചായയും മിച്ചറും കഴിച്ചിട്ട് നമുക്ക് ഇനി പോരാന്ന്. നീ ചെറുക്കനായിട്ട് പോകും. എടാ ശരിയാവും, നല്ല പരിപാടിയാണ്. ഇല്ല ശരിയാവത്തില്ല. എന്നാ ഞാനും പോകുന്നില്ല. അതെ, ചെറുക്കനായിട്ട് മോമ്മ കൂട്ടുകാരനായിട്ട് അവൻ വന്നു. ശരിയാവൂടെ പോളെ. അതല്ല, അവിടെ ഞാൻ ചെന്ന് പറഞ്ഞ ഇതാണ് ചെറുക്കന്ന്. ഒന്ന് വന്ന് കിട്ടിയാൽ ബാക്കി കാര്യമായിട്ട് നടക്കും. നല്ലൊരു കാര്യത്തിനല്ലേ? ഡേയ് നീ പറഞ്ഞാലേ ശരി, ഞാൻ ചെറുക്കനായിട്ടൊക്കെ വരാം. പക്ഷെ പെണ്ണിനെ ഞാൻ കാണാൻ നിൽക്കൂല. അയ്യോ അത് വേണ്ട. പിന്നെ അത് വഴിയൊന്ന് പോകുമ്പോ ഒന്ന് പാളി നോക്കിയാ മതി. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇനി പോരും. അതെ അതെ അതെ. മനസ്സിലായോ? അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ? അതെന്തോന്ന് ഓക്കെ? ഓക്കെ അതാണ് correct. മേജർ കുട്ടൻപിള്ള പറഞ്ഞതുപോലെയാണ് എൻ്റെ പെങ്ങളെ. ഈ വർഷം തന്നെ എൻ്റെ മോളെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതെ, ഇന്നൊരു ബ്രോക്കർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുക്കനെയും കൊണ്ട്. ഇത്രയും നേരമായിട്ട് എത്തിയില്ല. ശരി ശരി ശരി, ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കെ. എന്ത് ബ്രോക്കറാണിത്? വേറെ ഒരു ബ്രോ. മിസ്റ്റർ രാഘവൻ. ഹലോ മിസ്റ്റർ പിടിര, ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി 2 മുതലക്കുട്ടികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ ഇത് ഞങ്ങളെ കളിക്കൂട്ടാറാ പണ്ടോട്ടെ. ഞങ്ങള് സിനിമ കഥയൊക്കെ ഞാനിപ്പോ വരാം കേട്ടോ. നല്ല കുടുംബമാണ്. നല്ല കുടുംബമാണ്. പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. എനിക്കല്ല പെണ്ണ്, അവനാണ് പെണ്ണ്. അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എല്ലാം കൂടെ അവസാനം എന്റെ തലയിൽ വന്ന് വിഴല് ഒരിക്കലും ഇല്ല. കാരണം എന്റെ ജീവിതത്തിൽ പെണ്ണില്ല. കൊള്ളാം, നല്ല ഐഡിയ. ഞാൻ കെട്ടിയതാ, ഞാൻ സമ്മതിക്കത്തില്ല. ഒരു മാസമായിട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോ കാര്യത്തിലോട്ട് കിടക്കാം.
അതെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാ മതിയോ പെണ്ണുകാണാൻ ചടങ്ങാണ്. ആ, ഓ ഓ, ശരിയല്ലോ, കാര്യങ്ങളിലെ കൂടി കിടക്കാമല്ലോ. പിന്നെ ചെറുക്കനാരാ? രണ്ടും ചെറുക്കന്മാരാ. അല്ല, പയ്യനാരാന്ന്? രണ്ടും പയ്യന്മാരാ. എന്റെ പൊന്നെ, എന്റെ മോളെ കാണാൻ വന്നത് ആരാ എന്ന്? ഇവനാ രണ്ടുപേരുവാ? അല്ല അല്ല ഇവനാ 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 ചെറുക്കൻ. പയ്യൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ PSC ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. അതെ 6 മാസം കഴിഞ്ഞ SI അവൻ. നിങ്ങളെ മോക്ക് ഇവനെ ഇഷ്ടപ്പെട്ട അവള് രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. അല്ല പുള്ളി നല്ല വിദ്യാഭ്യാസം നല്ല അല്ല ഞാൻ കേട്ട പോക്രിയാ മഹാചെളിയാ. അല്ല, നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ചെളിയാണെന്ന്. പന്നപ്പട്ടി തന്നെ നാറി. എന്ത് പറയാണ്? അല്ല അതല്ല, അങ്ങനൊക്കെ എന്നെയാ നാട്ടുകാർ വിളിക്കുന്നത്. അത്ര വൃത്തികെട്ടവനാ ഞാൻ. ഒരു 5 ഫുള്ളെങ്കിലും ഒരു ദിവസം എനിക്ക് അടിക്കണം. എന്റെ അമ്മോ. ഞാൻ കള്ളു കുടിച്ചതിൽ ഓളെ കിടക്കും. ഈ പാവപ്പെട്ടവൻ എന്നെ തോളെ വാരി വീട്ടിൽ കൊണ്ടുവിടും. ആഹാ. ഇവരോട് സംസാരിച്ചിരിക്കട്ടെ, നമുക്ക് പുറകെ ഇപ്പൊ ഇവിടെ കഞ്ചാവൊക്കെ വലിക്കും. ഇതൊന്ന് പുറ- വലിയ തമാശക്കാരനാ. ഇവ മാത്രമല്ല, ഞാനും നന്നായിട്ട് മദ്യപിക്കും, സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാര് ആരാ കഴിക്കാത്തത്, സിഗരറ്റ് വലിക്കാത്തത്? നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ല, പക്ഷെ ഇതേപോലെ ആവരുത്. കഴിക്കാൻ കഴിക്കും. ജിലാബി അല്ലേ? അല്ല, അത് ലഡുവാ. എന്ത് മര്യാദകൾ കാണിക്കുന്നത്? എന്താ എന്താണ്? ആദ്യം ഒരെണ്ണം എടുത്ത്, രണ്ടാമത് നമ്മളെ മരുമോ ചെക്കൻ എടുത്ത്, മൂന്നാമത് ബ്രോക്കർ എടുത്ത്, അടുത്തെടുക്കണം ഞാനല്ലേ എടുക്കണത്. ഇതൊരുമാതിരി കഴിക്കണം, കഴിക്കേണ്ട പ്രായമാണ്. ഒരു വീട്ടിൽ വന്ന് കഴിക്കുമ്പോ ഒരു മാന്യതയുണ്ട്. ഒരുമാതിരി വെട്ടിപ്പുള്ളത് കഴിച്ചാൽ ഈ പെണ്ണുകാണാൻ ചടങ്ങിലൊക്കെ ഇങ്ങനെ പോകുന്നു. രോഷം കൊണ്ടാകാ. അതെ നമ്മളെ ഈ ഇവിടെയൊക്കെ വസ്തുവിനൊക്കെ എങ്ങനെ ഉണ്ട് പോലെ? അയ്യോ, വസ്തുവിനൊക്കെ ഇവിടെ ഒരു 1.5 ലക്ഷം രൂപ. അത്രയൊന്നും വരില്ല. അതെ നമ്മൾ ഈ കേറി വരുന്നിടത്ത് ഒരു 35 സെന്റ് സ്ഥലം പുള്ളിക്കുള്ള. അതിന് 5 ലിറ്റ്സ് വഴിക്ക് പോയിരിക്കുകയാണ്. അല്ല പിന്നെ വസ്തുവിന് വഴി വേണമല്ലോ. നമുക്കത് എത്രയാണെങ്കിൽ കൊടുക്കാൻ പറ്റും? നിനക്ക് 10 രൂപ വസ്തു. എടാ നമ്മളെ സുദർശനല്ലേ, അവനൊരു വീട് വെക്കണമെന്ന്. എത്ര? ഇപ്പൊ 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുക്കുള്ളൂ. അതൊന്നും നടക്കത്തില്ല. ന്യായമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. 1.5 ലക്ഷം രൂപ അത് മതി. അതൊരുപാട് കൂടുതലാ. ഞാനൊരു വില പറയും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ വന്ന പാർട്ടി കാണും, ഒരാഴ്ചക്കകത്ത് കമ്മീഷൻ, ഒരാഴ്ചക്കകത്ത് നമ്മളെ പ്രമാണം ചെയ്യും. ഓക്കെണോ? വില പറയും. ഒരു 1.20 ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കാം. 1.20 അതിൽ കൂടുതലൊന്നുമില്ല. ശരിയാവില്ല. 1.30 വേണമെങ്കിൽ 1.30 ശരി ശരി. അപ്പൊ എന്തായാലും 1.30 നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരാഴ്ചക്കകത്ത് നമ്മൾ പ്രമാണം. അങ്ങനെ ഒരു വസ്തു നിങ്ങളിവിടെ പോകുന്നു പെണ്ണ് കാണാൻ വന്നതല്ലേ? ഞാൻ പ്രത്യേകിച്ച് ഇനി മോളെ കുറിച്ച് പറയാം. അമ്മയില്ലാത്ത കുട്ടിയാണേ. അമ്മയില്ലാതെ കുട്ടികളുണ്ടാകും. 2 വയസ്സുള്ളപ്പം അമ്മ മരിച്ചതാണ്. അങ്ങനെ ഞാനൊരു ദിനം വല്ലോ ശാസ്ത്രജ്ഞൻ വല്ലോ അവിടെ എന്തിനാത്തല്ലേ. അതെ പുള്ളി പട്ടാളക്കാരനാ. പട്ടാളക്കാരനൊന്നും അല്ല. പട്ടാളക്കാരനായിരുന്നെങ്കിൽ എന്തുമാത്രം നുണക്കഥ ഇപ്പൊ കേട്ടേനെ. ഇയാളെന്തുവാണ് പയ്യന്റെ കൂട്ടുകാരനാ. അതെ, ഞാനൊരു കരതീർന്ന പട്ടാളക്കാരനാ. ഒരുപാട് കഥകളുണ്ട്. കാശ്മീരിൽ മലയിൽ കൂടി ഞാനിങ്ങനെ ഹെലികോപ്റ്ററിൽ പോകുമ്പോ ഭയങ്കര തണുപ്പാ. തണുപ്പെന്ന് പറയുമ്പം ജൂൺ മാസം തണുപ്പ് കൂടുതലാണ്. ബാക്കി എല്ലാ മാസം ചൂടായിരിക്കും. ബാക്കിയുള്ള മാസം എല്ലാം ചൂടാ. അവിടെ അപ്പൊ മല പോലും കാണില്ല. ഈ ജൂൺ മാസത്തിൽ ഭയങ്കര മലയാ. അപ്പൊ ഹെലികോപ്റ്ററിൽ കൂടി ഞാൻ ഇങ്ങനെ പട്ടാളക്കാരനായി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ തീവ്രവാദികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ തോക്ക് ചൂട്ടിക്കിട്ട് പോവുകയാണ്. എന്തൊരു തണുപ്പാണെന്നറിയാമോ? 2-3 കോട്ട് ഞാൻ ഇട്ട് നോക്കി, രക്ഷയില്ല. പൈലറ്റ് നല്ല രീതിയിൽ നിന്ന് വിറയ്ക്കുന്നു. ഞാൻ എന്ത് ചെയ്ത് പൈലറ്റ് പറഞ്ഞു, പൈലറ്റേ ആ ഹെലികോപ്റ്ററിന്റെ ആ ഫാനൊക്കെ നിർത്താൻ പറഞ്ഞു. തണുപ്പൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ പറഞ്ഞു കേട്ട ഉടനെ തന്നെ പൈലറ്റ് അതങ്ങ് ഓഫ് ചെയ്തു. കാര്യത്തിൽ തീരുമാനമായി. രാവിലെ പുട്ടാണോ കഴിച്ചത്? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല തള്ളി വിടുന്നു. അതെ നമ്മൾ ആ കാണുന്നില്ലേ, ആ കാണുന്ന തേക്ക് മരമാണോ? ആ വേലിയിലെടുത്തിരിക്കുന്നത് തേക്കാണോന്ന 2 ആള് പിടിച്ചാൽ പോലും
എത്താത്ത രീതിയിലുള്ള തേക്കാണ്. ആണോ? പിന്നെ കാതുള്ള. എന്റെ മുത്തച്ഛന്റെ കാലഘട്ടത്തിൽ വെച്ച തേക്കാണത്. അങ്ങനെ അത് കൊടുക്കുന്നുണ്ടോ അവളെ പാർട്ടിയുണ്ട്? നിനക്കെതിരെ ഇപ്പൊ തേക്കും? എടാ നമ്മളെ മറ്റേ ചങ്ങനാശ്ശേരിയിലുള്ള അങ്ങനെ അനിലെണ്ണ അങ്ങേർക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫർണിഷിങ് വീട് എത്രയാണ് നല്ല കാതലുള്ള തടിയാണ്. തരി വെള്ളയില്ല. എന്നാലും പറയാം എത്ര കിട്ടുന്നു എത്ര കൊടുക്കുന്നു കൊടുക്കണമെങ്കിൽ ഞാനൊരു ആ. 1 ലക്ഷം രൂപയാണെങ്കിൽ കൊടുക്കും. 1 ലക്ഷം രൂപ ലക്ഷമൊക്കെ ഒത്തിരി കൂടുതൽ. 1 ലക്ഷം രൂപ. നിങ്ങൾ കാര്യം മനസ്സിലാക്കാം. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇവിടം വരെ വണ്ടി വരത്തില്ല. വണ്ടി ഇത്രയും ചുവടാണ്, പിന്നെ മുറിപ്പ് കൂലി, പിന്നെ ഇവിടെ സാധനം കൊണ്ടുപോകുന്ന ഒരുപാട് കൂലി കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു വില അങ്ങോട്ട് പറയും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ശനിയാഴ്ച വന്ന് ഇത് മുറിച്ചോണ്ടങ്ങ് പോകും. ഒരു വില പറ. ഒരു 60 രൂപ കയ്യിൽ തരും. അല്ല നല്ല വിലയാ. അത് മുതലാവില്ല. കമ്മീഷൻ അത് മുതലാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക്. ഞാൻ പറയട്ടെ, ഒരു 70 രൂപയാണെങ്കിൽ ഓക്കെ. കുഴപ്പമില്ലാത്ത വിലയാ. കുഴപ്പമില്ല. 70 രൂപ. അപ്പൊ 70 രൂപ. അപ്പൊ എന്തായാലും മരങ്ങൾ ഓക്കെയാണ്. ആള് വരും, മുറിച്ചോണ്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ ആള് വരും, എല്ലാം ഓക്കെയാണ്. വരാതെ പറഞ്ഞിട്ട് വരാതിരിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ വരും. കമ്മീഷൻ എടുക്കാം. അപ്പൊ എല്ലാം മനസ്സിലായി. ശനിയാഴ്ച കാണാം. ഇപ്പൊ മരത്തിന്റെ കേസ് തീരുമാനം. അതെ, നമ്മള് മരക്കച്ചവടത്തിലാണോ വന്നത്? പെണ്ണ് കാണാനല്ലേ വന്നത്? ഞാൻ മറന്നു. അത് ചില സമയത്ത് ഈ കച്ചവട പാർട്ടി ആയതുകൊണ്ട്. അതെ അതെ. ആ പോർച്ച് കിടക്കുന്ന 80 മോഡൽ കാർ അത് എങ്ങനെ? കച്ചവടം ഇല്ല. പെണ്ണിനെ ഒന്ന് വിളിച്ചാ പെണ്ണിനെ കാണായിരുന്നു. മോളെ വിളിക്കല്ലേ? അതെ. തങ്കമണി തക്കക്കുട്ടി വാം വാം വാം. ചായ പിടിച്ചാ അതെ ബ്രോക്കറെ, ചെറുക്കൻ സ്വപ്നം കണ്ടു തുടങ്ങി. അമ്മാവാ ഓ, ഇരിക്കണം. അമ്മാവന്റെ മകളെ എനിക്ക് ഇഷ്ടമായി. ആയോ? ബ്രോക്കറെ, ഞാൻ ആ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു കൊള്ളാം. ബ്രോക്കറെ, വാ. എന്തോ മോളെ വാ. നിന്റെ ജീവിതത്തിൽ പെണ്ണ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ ജീവിതത്തിൽ പെണ്ണില്ലെന്ന് വിചാരിച്ചാടാ. പക്ഷെ ഈ പെണ്ണെ കണ്ടപ്പോ എന്റെ മനസ്സങ്ങ് ഇവളെ തന്നെ എന്റെ ഭാര്യ. നിനക്ക് കണ്ണൊന്നും ഇല്ലടാ. എന്തൊരു അത് എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നീ പോടാ. നീ ആ പെണ്ണ നേരവണ്ണ കാണാത്തുണ്ട്. നല്ല സുന്ദരി പെണ്ണാണ്. എടാ തന്നല്ല, വേറെ കാര്യമുണ്ട്. ആ. ആ പെണ്ണിന്റെ സ്വഭാവം ശരിയല്ല. എന്തേ? സ്വഭാവം ശരിയല്ലെന്ന്. ഛെ, നീ ചുമ്മാ ആവശ്യമില്ല സംസാരിക്കും. എടാ ഞാൻ അവളെ പതുക്കെ ഇങ്ങനെ പാളി നോക്കിയപ്പോഴേ അവൾ എന്നെ നോക്കി. അങ്ങനെ അവൾ എന്നെ നോക്കിട്ടെ കണ്ടുപിടിക്കോ? ആ എടാ പോടാ കട. നീ അവളെ നോക്കിയൊന്നുമില്ല, അവള് എന്നെ നോക്കിക്കൊണ്ട് ആവശ്യമില്ല സംസാരിക്കല്ലേ. എനിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഞാൻ പറയാം. എന്താണ്? എടാ നീ കെട്ടണ്ട ഈ പെണ്ണിനെ. നമുക്ക് പറ്റിയ പെണ്ണല്ല. നമ്മക്കല്ല, എനിക്ക് പറ്റിയ പെണ്ണ. ആ പെണ്ണ ഞാൻ തന്നെ കല്യാണം കഴിക്കും. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എടാ നീ എനിക്ക് പകരക്കാരനായിട്ട് വന്നാണോ? അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാ പോരെ? ചുമ്മാ ചെയ്യാ സംസാരിക്കില്ല. ഇങ്ങോട്ട് എന്റെ ജീവിതത്തിൽ പെണ്ണ് വേണ്ട, എന്റെ അമ്മ അച്ഛനെല്ലാം പറഞ്ഞ് ഞാൻ കെട്ടാണെന്നറിയോ ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ്. എടാ എന്റെ അമ്മ അച്ഛനും കൂടെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു വിട്ടാ. നീ ഇനി എന്ത് പറഞ്ഞാലും ആ പെണ്ണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കും. ആ പെണ്ണെ ഞാനങ്ങാ കുഞ്ഞെ കെട്ടിക്കോളാം. എടാ മണ്ട, നിനക്ക് മറ്റേ ആ മഞ്ഞക്കിളിയില്ലേ അത് പോരെ? മഞ്ഞക്കിളിയുടെ കഥയൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു. നിനക്ക് എന്തോ? ഞാൻ ഇവിടെ തന്നെ കിട്ടും. നീ ചുമ്മാ ഞാൻ കെട്ടും. ഞാൻ കല്യാണം കഴിക്കും. എന്തുവാടാ അപകടം? ഒരു വീട്ടിൽ കയറി വന്ന് മകളാണ്. ബ്രോക്കറെ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവളെ കല്യാണം കഴിച്ചു. കെട്ടിക്കോ. ബ്രോക്കറെ, എന്റെ അച്ഛനും അമ്മയല്ലേ പറഞ്ഞു വിട്ടത് നിങ്ങളെ? അപ്പൊ ഞാനല്ലേ അവളെ കെട്ടേണ്ടത്? എനിക്ക് അവളെ ഇഷ്ടം, ഞാൻ കെട്ടിക്കോളാം. ഇതാകെ കമ്പൂഷനായല്ലോ. അതെ, ഒന്നിങ്ങ് വരാമോ? ജിലേബി ആണെങ്കിൽ ചോദിക്കരുത്. ഇല്ല. ഓ, ജിലേബിയല്ല. അതെ, പയ്യന്മാർക്ക് പെണ്ണിന് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ബ്രോക്കറെ, ആ, അവർക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിലുള്ള എല്ലാ പയ്യന്മാർക്കും എന്റെ മോളെ ഇഷ്ടപ്പെടും. അയ്യോ അതല്ല, പയ്യന്മാർക്ക് രണ്ടുപേർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പെണ്ണ് വേണം. പെണ്ണ് തീരുമാനിച്ചിട്ട് ഇവരിൽ ആരെ വേണമെന്ന്. അത് ഒരു കാര്യം ചെയ്യാം. ഞാൻ മോളെ വിളിക്കാമോ? തങ്കമണി തക്കക്കുട്ടി തങ്കമണി തക്കക്കുട്ടി എന്താ അച്ഛാ? മോളെ, മോക്ക് ഈ 2 പയ്യന്മാരിൽ ആരെയാണ് മോക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്ക് പറയാ. മോളെ നാണിക്കട്ടെ, അച്ഛൻ നാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഈ ചെറിനെ ഇഷ്ടപ്പെട്ടത്. ഓടാ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി ശരി ശരി. അതെ, നിങ്ങളുടെ മോക്ക് വേണ്ടി എന്നെ മാറ്റിട്ട് 3 പേരുടെ ഗ്രൂമിങ്ങാ. ഇങ്ങോട്ടേക്ക് ഇറങ്ങട. എന്റെ ഭാര്യയുടെ വീട്ടിൽ ഇറങ്ങണ എന്റെ കാമുകിയുടെ വീട്ടിൽ നിന്ന്. നീ പോയി ഇവിടെ. എനിക്ക് എന്റെ അമ്മാവാ അമ്മാവാ, ഈ പെണ്ണിനെ ഞാൻ തന്നെ കെട്ടിക്കോളാം. ഞാൻ കെട്ടിക്കോളാം നിങ്ങളുടെ മോളെ. എടാ, ഒരു കള്ളുകൂടിയാലും കഞ്ചാവ് കുടിക്കാരനും തെങ്ങിന്റെ വീട്ടിൽ കിടന്ന് തുടങ്ങുന്നത് നിനക്ക് എന്റെ മോളെ തരില്ല. എന്നാ ഞാൻ ഒരു സത്യം പറയാൻ പോവാ. ഞാൻ മഹാനൊണേനാ. എന്റെ അമ്മോ, ഒരു നുണയിൽ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനാ? തരില്ല. അതല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ല, നുണ പറഞ്ഞാന്നാ പറഞ്ഞത്. അതെല്ലാം സത്യമാണ്. ഗജപോക്രിയാ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇറങ്ങടാ വീട്ടിൽ. അതാണ് ഞങ്ങളെ കുടുംബക്കാരോട് നിൽക്കുമ്പോ അല്ലേ അമ്മാവാ? അപ്പൊ അത് ശരി.
വന്നവനും നിന്നവനും അല്ല ഒന്നിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി, വില്ലൻ ഞാൻ തന്നെ. രാജമാണി കളിക്കുന്നതാണ് നീ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. എടീ വഞ്ചകി, ഈ കല്യാണം ഞാൻ കുളവാക്കും. നീ ഒന്നും ചെയ്തില്ല, ഇവളെ ഞാൻ തന്നെ കേട്ടു. നീ ഇവിടെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടീ കല്യാണം ഞാൻ നടത്തിക്കത്തില്ല. ഞാൻ താഴെ കൊടുത്തുണ്ടോ? എന്ത് ഇത് കാണിച്ചാലും ഈ കല്യാണം മുടക്കിയേ പറ്റുള്ളൂ. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. കഴിഞ്ഞ 6 വർഷം എൻ്റെ കൂടെ പ്രേമിച്ച് നടന്നിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഒരു മഴക്കാലത്ത് ഞാനും നീയും വയവൽ വരമ്പ തിരുന്നതും ഞാൻ നിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളം തപ്പി ഒഴിച്ചപ്പോൾ അതുവഴി വന്ന ഒരു അമ്മാവൻ ചോദിച്ചു, മഴയത്താണാ പോത്തിനെ കുളിപ്പിക്കുന്നത്. അങ്ങനെ എന്റെ കൂടെ നടന്നിട്ട് ഇവരെ കണ്ടപ്പോ നീ എന്നെ മറന്നു അല്ലേടി? നിങ്ങൾ ജീവിച്ചോ, എനിക്കൊരു തടസ്സമില്ല അതിനകത്ത്. പക്ഷേ നമ്മുടെ കുഞ്ഞ്, എനിക്ക് നിനക്കും ഉണ്ടായ അനാഥാലയത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ മാത്രം ഞാൻ വിട്ടുതരില്ലടി, വിട്ടുതരില്ല. 6 വർഷം മുമ്പ് എന്റെ മോളെ പ്രേമിച്ചിട്ട് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് കടന്നു വന്ന നിന്നെ തേടി നടക്കുകയായിരുന്നു. എടാ ജാങ്കോ, നീ അറിഞ്ഞ എന്തേ ഞാൻ പെട്ടു. വ്യക്തനുഭവര്. അങ്ങനെ നമ്മളൊരു പെണ്ണ് കാണൽ കണ്ടിരിക്കുകയാണ്. കലുങ്കിന്റെ അവിടെ നിന്നുള്ളൊരു വർത്താനം തൊട്ട് ഈ പെണ്ണ് കാണൽ സീൻ വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോമൺ മാന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളി. യെസ്. ഉല്ലാസേട്ടാ എന്ത് പറയുന്നു? എന്ത് പറയാനാ, തകർത്തു. ഉല്ലാസേട്ടൻ ഇതുപോലെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ? പിന്നെ പെണ്ണ് കാണാൻ കല്യാണം കഴിക്കുന്നു. അല്ല പറയാ, ഇതുപോലെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടോ ഞാൻ ചോദിച്ചേ. ഇതുപോലെ പോയിട്ടില്ല, ഞാൻ ഒരു പെണ്ണിനെ കണ്ടുള്ളൂ, അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഓ എനിക്ക് വയ്യ. വീട്ടിൽ പോണല്ലോ. അല്ല അതുകൊണ്ടല്ല, ഒറ്റ വക്കീൽ നോട്ടീസിന്റെ പേടിയാണല്ലേ? അപ്പോഴാണ് ഒരു പെണ്ണിനെ കണ്ടുള്ളൂ, അതിന് കല്യാണം കഴിക്കുക വെച്ചു. അറേഞ്ച് മാരേജ് ആയിരുന്നു? അതെ. ഓക്കെ. സ്കിറ്റ് അടിപൊളിയാണ്, എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു. മൊത്തത്തിൽ എല്ലാവരും ഒരേപോലെ, അത് എടുത്ത് പറയത്തക്ക രീതിയിൽ ഒന്നില്ല, എല്ലാവരും തുല്യമായിട്ട് എല്ലാവരും. അതെ, എല്ലാവർക്കും പ്ലേ ചെയ്യാൻ ഒരു സ്കോപ്പ് ഉള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. എല്ലാവർക്കും അവനവന്റെ റോൾ. ഓക്കെ, മാറ്റം ചേട്ടാ. സിംഷാൻ ടീം നല്ലായിരുന്നു, ഞാൻ വളരെ എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച്. എല്ലാവരും ഓഡിയൻസും ഓരോ കയ്യടിയും മുഖം കണ്ട് അറിയാമല്ലോ, നല്ല ഭംഗി പറ്റുന്നു. എനിക്ക് ഏറ്റവും ചിരി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ അത് എല്ലാം കൂടെ ആ കുഴിയിലിടുന്ന ഇപ്പോൾ ആ കുറ്റിച്ചൂരെടുത്തിട്ട് പോയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കേൾക്കേണ്ട ഒരു ബിറ്റായിട്ട് നല്ല രസമായിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ശരിക്കും ഇവിടെ എന്തിനാ വന്നേന്നുള്ളത് ഈ 4 പേർക്കും പിടുത്തം കിട്ടാണ്ടായി പോയെന്നുള്ളതാണ്. പെണ്ണിന്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ തേക്കിന് വില പറയുന്നത് കച്ചവടം, അത് കഴിഞ്ഞിട്ട് പോവേണ് വന്ന എന്തിനാ ലക്ഷ്യങ്ങളൊന്നുമില്ല. അത് വളരെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ മനോഹരമായിരുന്നു ചെയ്തേക്കുന്നത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസിലുണ്ടല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പൊട്ടിച്ചിരിച്ച് കണ്ട് ആസ്വദിച്ച ഒരാളാണ് ദേ ഇരിക്കുന്ന കുഞ്ഞു ഓറഞ്ച് ഇട്ടിട്ട്. കണ്ടോ അവന്റെ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ഈ കൗണ്ടറൊക്കെ ഇവര് മനസ്സിലായിട്ട് തന്നെയാണോ ചിരിക്കണേ അതോ എല്ലാരും ചിരിക്കണോണ്ട് കൂടെ ചിരിക്കണാണ്? പക്ഷെ ആള് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പൊ പറയൂ എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? ആരാ അഭിപ്രായം പറയാം? വളരെ നല്ല സ്കിറ്റ് ആയിരുന്നു. പിന്നെ പെണ്ണിന്റെ അച്ഛൻ നന്നായിട്ട് ഉണ്ടായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. ഇത്രയും തന്നെ വന്നായിരുന്നു, പൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല സ്കിറ്റ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം ഇവരുടെ ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്. സോ ഓഡിയൻസ് എത്ര സ്റ്റാർസ്? യെസ്, അപ്പോൾ മെജോറിറ്റി 3 സ്റ്റാർസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പെർഫോമൻസിന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് 3 സ്റ്റാർസ് ആണ് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 3 സ്റ്റാർസ് നേടിയിരിക്കുന്ന നമ്മുടെ ഈ ടീമിന് നമ്മുടെ വക ഒരു ക്യാഷ് വൗച്ചർ കൂടിയുണ്ട്, 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അപ്പോൾ അത് സമ്മാനമായിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉല്ലാസേട്ടനെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ സെഗ്മെന്റിലേക്ക് ഒരു 1 man ഷോയുമായിട്ട് എത്തുന്നു റോജിൻ തോമസ്. നമസ്കാരം.
അടുത്ത കാലത്തായിട്ട് പരിചയപ്പെടുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും പേരിന്റെ കൂടെ അവരുടെ സ്ഥലപ്പേരാണ് കേൾക്കാറുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്ഥലപ്പേരല്ലേ, ഇത് അച്ഛൻ്റെ പേരാണ്. അത് മനസ്സിലായി. അപ്പോൾ അതിനകത്തൊരു വ്യത്യാസം കണ്ടു. അപ്പോൾ എവിടെയാണ് സ്ഥലം ശരിക്കും? എൻ്റെ സ്ഥലം കിഴക്കേക്കല്ലടയാണ്, കൊല്ലം ജില്ലയിലെ കല്ലട ചിറ്റുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പോൾ എന്ത് പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാം? സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ തുടങ്ങാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു നാച്ചുറൽ വോയിസ്. പുള്ളി സാധാരണ സിനിമയിൽ പറയുന്ന തട്ടുപൊളിപ്പൻ ഡയലോഗിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രോഗ്രാമിൽ വരുമ്പോൾ. നോക്കാം. എനിക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഹാസ്യ പ്രതിഭകൾ ഇങ്ങനെ ചാനൽ റിയാലിറ്റി ഷോകളിൽ നിന്ന് അടവച്ച് വർഷാവർഷം വിരിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഔട്ടായി പോകുമെന്നുള്ള പേടിയിലാണ്. കൊടീശ്വരൻ പോലെയുള്ള പ്രോഗ്രാമുകളിൽ ഞാൻ വന്ന് നിങ്ങളോട് റിയാലിറ്റി ഷോകളിൽ ചോദിച്ചിരുന്ന ചോദ്യം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കോമഡി മസാലയുടെ പ്രേക്ഷകരോടും ഞാൻ ചോദിക്കുകയാണ്. MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എഴുതിയത് ആരാണ്? ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയണം. ദാ പോയി ദേ വന്നു. ഇനി അടുത്തത്. ഇനി നമുക്ക് ഏറെ ഇഷ്ടമുള്ള ദിലീപേട്ടൻ. എനിക്കറിയാം, കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിൽ ഞാനെത്തി. നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി പ്രോത്സാഹിപ്പിച്ചതുപോലെ ഈ ഫ്ലോറിലും ധാരാളം പുതിയതും പഴയതുമായ കലാകാരന്മാർ വരും. അവരുടെയൊക്കെ പെർഫോമൻസിന് നല്ല കൈയടി. ഇങ്ങനെ പോരാ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലെ അവിടെ പൊട്ടട്ടെ. ഇനി ജഗദീഷ് ചേട്ടനും ഇതുപോലെ റിയാലിറ്റി ഷോകളുടെ ആങ്കറായിട്ട് വരുമ്പോൾ ചെയ്യുന്ന ഒരു ശബ്ദം. ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ വെള്ളത്തിലൂടെ മായിക ലോകത്ത് എത്തിക്കുന്ന കോമഡി മസാലയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദ്യമായിട്ടൊരു പാട്ടിട്ട് അശ്വതി വന്നു, ആൾക്കാരെ ക്ഷണിച്ചു. അതിനുശേഷം ഉല്ലാസ് പന്തളത്തിന്റെ പെർഫോമൻസ്, പിന്നെ ഹരിശ്രീ മാറ്റിന്റെ കമന്റ്, അതുകൂടാതെ ബിനു അടിമാലി, പിന്നെ പോരാഞ്ഞിട്ട് നെൽസൺ ചൂരനാട്. എല്ലാവരും കൂടി കോമഡി ഇങ്ങനെ വാരി വിതറുമ്പോൾ ഈ ഷോ അടിപൊളിയാകും. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, അതിന്റെ എൻഡ് പഞ്ചിൽ അശ്വതിയുടെ ഒരു ഹിന്ദി പാട്ട് കൂടിയാവണം. അടുത്തത് സിദ്ദിഖ് സാർ. എനിക്കറിയാം, ഞങ്ങളുടെ തന്നെ സിനിമകളിൽ ധാരാളമായ കോമഡികൾ ചെയ്യുവാൻ ധാരാളം മിമിക്രി ആർട്ടിസ്റ്റുകൾ കടന്നു വരികയുണ്ടായി. ഈ കോമഡി മസാലയുടെ ഫ്ലോറിൽ നിന്നും നല്ല നല്ല ഹാസ്യപ്രതിഭകൾ മലയാള സിനിമയിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് രാഷ്ട്രീയക്കാരുടെ ശബ്ദം. ഉമ്മൻചാണ്ടി സാർ. എനിക്ക് വളരെ വ്യക്തമായും ശക്തമായും പറയാനുള്ളത്, നല്ല നല്ല മിമിക്രി ആർട്ടിസ്റ്റുകൾ, അനുകരണ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം. ഓരോ രംഗത്ത് നിൽക്കുന്നവർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഒരു ശബ്ദ ശൈലി, ഒരു പ്രസംഗ ശൈലിയുണ്ട്. അതുപോലെ തന്നെ വാർത്ത വായിക്കുന്നവർക്ക്, സിനിമയിൽ അഭിനയിക്കുന്നവർക്ക്, നാടകക്കാർക്ക് അങ്ങനെ ശൈലിയുണ്ട്. ഇവിടെ നമുക്ക് ലേലം എന്ന സിനിമയിൽ സോമൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്. നേരെ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുളത്തിൽ പോയിട്ടില്ല, അങ്ങനെ തുടങ്ങുന്ന ഡയലോഗ്. അതെ, ഞാൻ സോമൻ ചേട്ടൻ്റെ സൗണ്ട് അനുകരിക്കുകയല്ല, ആ ശബ്ദം, ആ ഡയലോഗ് ഒരു പക്ഷേ ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ഒരു അവതാരകനാണ് പറയുന്നതെങ്കിൽ നമുക്ക് നോക്കാം. നമസ്കാരം, നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുളത്തിൽ പോയിട്ടില്ല. മരംവെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കൈകളിലേക്ക് കടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് തുണ്ടമാക്കി അപ്പൻ കഴിവരത്തിലേക്ക് പോയ കഥ. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും റേഞ്ചർ സാഹിബ് നമ്മളോട് ചേരുന്നു. ഹലോ റേഞ്ചർ സാഹിബ്, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ലൈനിൽ തടസ്സം നേരിട്ടിരിക്കുന്നു. റേഞ്ചർ സാഹിബുമായി പിന്നീടെത്താം. ശൈലിയായിരിക്കും. ഇതിൽ വ്യത്യസ്തമാണ് നാടകത്തിലെ കലാകാരന്മാർ. നാടകം തന്നെ പ്രൊഫഷണൽ നാടകമുണ്ട്, അമച്ചറൽ നാടകമുണ്ട്. ഈ അമച്ചറൽ നാടക രംഗത്ത് സിംബോളിക് നാടകം, തെരുവ് നാടകം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. തെരുവ് നാടകത്തിലെ ഒരു നടനാണ് ഇത് പെർഫോം ചെയ്യുന്നത്. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുളത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മച്ചിയുടെ കൈകളിൽ പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ടു തുണ്ടമാക്കി അപ്പം കഴുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ പ്രൊഫഷണൽ നാടകം, ഉത്സവപ്പറമ്പിലെ പ്രൊഫഷണൽ നാടകം. അതിലൊരു നടനാണ് ഇത് പറഞ്ഞെങ്കിൽ നോക്കാം. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കുളത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി അപ്പൻ കഴിവരത്തെ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്
ശരിക്കും നമ്മളുടെ ഡബ്ബിംഗ് സീരിയലുകൾ, പുരാണ ഡബ്ബിംഗ് സീരിയലുകൾ മൊഴിമാറ്റം നടത്തി എത്തുന്ന സീരിയൽ, അതിലൊരു കഥാപാത്രമാണ് ഇത് പറയുന്നെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. നേരാ തിരുമേനി പോയിട്ടില്ല ഈ പച്ചൻ പള്ളിക്കുട്ടി. മരമെട്ടുകാരായിരുന്നു എന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് കയറി പിടിച്ചു അമ്മച്ചിയുടെ കയ്യിൽ. ഇങ്ങനെ പോകും. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ? ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം. ഭയങ്കര രസമായിട്ടുള്ള ട്രൈ ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? കഴിഞ്ഞു. വെരി ഗുഡ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറയുന്നു ഉല്ലാസ് ചേട്ടാ? എന്ത് പറയാനാ, സൂപ്പർ. അതെ, സൂപ്പർ ഡ്യൂപ്പർ. അല്ല, റോജിനെയൊക്കെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ റോജിൻ്റെ പെർഫോമൻസ് പക്ഷേ ഇന്ന് തകർത്ത് കളഞ്ഞു കേട്ടോ. ഈ റോജിന് ഇപ്പോഴാണ് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റോജൻ ചെയ്യുന്നത് ഇപ്പം നാടകത്തിൻ്റെ നേരെ തിരുമേനി അമച്വർ നാടകവും പ്രൊഫഷണൽ നാടകവും ബിഗ് സല്യൂട്ട്. താങ്ക് യു. മാറ്റി ചേട്ടാ. ഹലോ റോജിന്, നമസ്കാരം. കുറച്ച് ഗ്യാപ്പായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇന്ന് പറയുകയും ചെയ്ത് ഒത്തിരി സംസാരിക്കുകയും ചെയ്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. നമ്മുടെ പിള്ളേർ പറഞ്ഞ ഒരു അടാറ് തന്നെയായിരുന്നു. അടാറ് വളരെ വളരെ മനോഹരമായിരുന്നു റോജിൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇനി ഒരുപാട് വേദികൾ കീഴടക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരിക. ഹലോ. ആ, എന്നാ ഉണ്ട് വിശേഷം? സുഖം. സുഖം. എന്നാ കക്ഷത്തന്നെ? കക്ഷത്തിൽ രോമം. അല്ല, അതല്ല, നിങ്ങളുടെ കക്ഷത്ത് എന്താ ഇരിക്കുന്നത്? പ്രശ്നപ്പലക. ഇത്ര പ്രശ്നമുള്ള പലകയാണെങ്കിൽ എന്തിനു കൊണ്ടുവന്ന എടുത്ത് കളഞ്ഞുകൂടെ? ആണ്ട് അങ്ങനെ കളയാൻ പറ്റിയല്ല. ഞാൻ പ്രശ്നക്കാരനാ. പ്രശ്നക്കാരനാണല്ലേ? ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയ പോലീസിനെ വിളിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞ? പോലീസിൽ വിളിക്കുന്ന പ്രശ്നക്കാരനല്ലെന്ന്. ഹസ്തരേഖ ശാസ്ത്രം, ജ്യോതിഷം. നിങ്ങളുടെ പേര് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ജ്യോതിഷം ഞങ്ങൾ ചോദിച്ചോ? ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ജ്യോതിഷം എന്ന പേരല്ല, ജോത്സ്യൻ. ഓ, എന്റെ ഉല്ലാസേട്ടാ ജോത്സ്യനല്ലേ? പ്രശ്നം നോക്കണ ജോത്സ്യൻ. അശ്വതി. ഓഹോ. അശ്വതി നാമധേയത്തിൽ പൂജാരിയായത്. പൂജാരിയാ? അല്ല, സുജാത. സുജാതെ സാവിത്രി ഒന്നല്ല ചേട്ടാ. അശ്വതി നാമത്തിൽ ഭൂജാതെ ആയവൾ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാ ജനിച്ചവൾ എന്ന് പറഞ്ഞാൽ മതി. മതി, അത് മതി. അശ്വതിയുടെ നക്ഷത്രം ഏതാ? ഭരണി. ഷെയ്പ്പല്ല ചോദിച്ചത്, നക്ഷത്ര ചോദിച്ചത്. എനിക്കറിയാം ചേട്ടൻ ഇവിടെ വന്ന് ഇതുപോലെ തന്നെ ചോദിക്കും, അശ്വതി നാളെന്താ? അപ്പൊ ഞാൻ ഭരണി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇതേ കൗണ്ടർ അടിക്കുമെന്ന് എനിക്കറിയാം. ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ? ഓ, ഭയങ്കര അഗ്രഗണ്യ. ചേട്ടൻ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതിനെ കോങ്കണ്ണാണോ മാനത്ത് കാണാൻ? അതാ പറഞ്ഞ അഗ്രഗണ്യ. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ പലകയൊക്കെ ആയിട്ട് വന്നല്ലോ, നിങ്ങൾ ഈ ഭൂതം ഭാവിയൊക്കെ പറയോ? ഭൂതവും പറയും, ഭാവിയും ഒക്കെ പറയും. ആണോ? പറയില്ല. അപ്പൊ വർത്താനം പറയില്ലേ? വർത്താനം പറയോ? ഞാൻ എന്റെ ഊമയാണോ? നല്ല വർത്താനം പറയും. പറഞ്ഞാൽ തെറിയും പറയും. അയ്യോ, അതല്ല മനുഷ്യ. ഭൂതം, ഭാവി, വർത്തമാനം അതൊക്കെ പറയും. അതൊക്കെ പറയും. അതെല്ലാം പറയും. ശരിക്കും പേരെന്താണ് താങ്കളുടെ? രമ്യാകൃഷ്ണൻ. രമ്യാകൃഷ്ണനോ? കോലം നോക്കി രമ്യാകൃഷ്ണൻ എന്നൊരു സാരി എടുക്കാൻ പാണ്ടായില്ലേ? കൊമ്പം മീശ പെണ്ണുങ്ങളുടെ പേര് വിട്ടു. അല്ല, ഈ രമ്യ ആരാ? രമ്യ എന്റെ ഭാര്യ രമചേച്ചി. രമ്യ ചേച്ചിയാ? ഭാര്യ ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കോ? പ്രായത്തിൽ മൂത്തവരെ പിന്നെ ചേച്ചി എന്നല്ല പിന്നെ ആരെ എങ്ങനെ വിളിക്കും? പറ, അത് പറ. അല്ല, അത് പറ. പക്ഷെ നിങ്ങൾ ഈ ഭാര്യയുടെ പേരിലാണോ അറിയപ്പെടുന്നത്? പിന്നെ വീട്ടിൽ ചെലവിന് കൊണ്ട് തന്നെ ആളുടെ പേരിലല്ലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. റേഷൻ കാർഡിൽ പേരുള്ളവരുടെ പേരിലല്ലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ താഴ്ന്നു കിടക്കുന്ന ആളാന്നേ. ചേട്ടാ, ഈ ജ്യോതിഷമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇത്ര വലിയ പണക്കാരനാകാൻ പറ്റൂ? അങ്ങനെ വലിയ പണമൊന്നുമില്ല. അല്ല, നിങ്ങൾ വലിയ സെറ്റപ്പാണല്ലോ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടാണോ? പാസ്വേഡ് ഒന്ന് പറയൂ. എന്നാത്തിന്റെ? വൈഫൈയുടെ. നിങ്ങൾ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് കേറായിരുന്നു. വൈഫൈ എന്ത് ഈ പറയണേ? ചേട്ടന്റെ നെറ്റിലെ വൈഫൈയുടെ സിഗ്നൽ മൊത്തം തെളിഞ്ഞു കിടക്കണം. നിങ്ങളത് ഓഫ് ചെയ്യൂ. അയ്യോ, അത് വൈഫൈ അല്ല. അത് ഞാൻ കുറി തൊട്ടേക്കണ. കളപത്തി വിരലിട്ടിട്ട് ഇങ്ങനെ ഇട്ട വലിയ വലിയ കുറി തൊട്ടതാ. ഞാൻ വിചാരിച്ചു വൈഫൈയുടെ സിഗ്നൽ തെളിഞ്ഞു കിടക്കാൻ. അതെ. ഞാനേ പക്ഷെ ഈ പുള്ളിനെ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ, ഞാൻ എവിടെ ഞാനും കണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് അതാണ്. എത്ര വോട്ട് കിട്ടി? 12,000 വോട്ട് കിട്ടണ്ടായിരുന്നു, കിട്ടിയില്ലായിരുന്നു. പിന്നെ എത്ര കിട്ടി? കിട്ടിയെന്ന് പറഞ്ഞാൽ 0. അപ്പൊ നിങ്ങളുടെ ഓട്ടോ? എന്റെ ഓട്ടോ? ഞാനൊരു സാധു അല്ലേ, അത് അസാധുവായി പോയി.
ചേട്ടാ ഭാര്യയുടെ ഓട്ടെങ്കിലും കിട്ടി കാണൂലോ. അവളൊക്കെ നമുക്ക് തരുവോ? അതൊക്കെ വലിയവർക്ക് കൊടുക്കത്തുള്ളൂ, നമുക്കൊന്നും കിട്ടത്തില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കാ കൊടുത്തത്. അതൊക്കെ പോട്ടെ, ചേട്ടൻ എങ്ങനെ ഈ ജോത്സ്യത്തിലേക്ക് വന്നു? അത് ഞാൻ പറയാം. ജോത്സ്യത്തിലേക്ക് വന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇലക്ഷനിൽ നിന്ന് തോറ്റു പോയല്ലോ. അപ്പൊ എന്റെ ചിഹ്നം കൈപ്പത്തിയായിരുന്നു. അത് ഫ്ലെക്സ് അവിടെ വെച്ചേക്കുവേ. ഏതോ തെണ്ടി ഏപ്രിൽ ഫുള്ളിന് ഹസ്തരേഖാശാസ്ത്രത്തിന് താഴെ എഴുതി വെച്ചു. എടോ വന്നോര് ഇത് എന്നെ നോക്കി വന്ന് എന്റെ വീട്ടിൽ ഇടിച്ചങ്ങ് കയറുക. അങ്ങനെ ശരിക്കും ഞാനൊരു ജോത്സ്യനായത്. ഇതൊക്കെ അറിയാം ചെറുതായിട്ടൊക്കെ. എന്തായാലും ചേട്ടൻ നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിൽ വന്ന അപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പറ. ഇവിടുത്തെ അവസ്ഥ ഗണിച്ച് പറയാന്ന് വെച്ചാ ഇത് വഴിയാണ്. ഭയങ്കര വെയിറ്റ് ആകുന്നു. ഇനി നോക്കാം. ആ കന്നിക്കൂറിൽ കാരക്കാട്. അല്ല, കാരക്കാടിന് ഉല്ലാസിരിക്കുന്നുണ്ട്. അതിനെവിടെ ചേട്ടാ കാട്? ആ ഫ്രണ്ട് ഇരിക്കണ കാടല്ലേ അത്? അത് ഞങ്ങളുടെ പൂങ്കാവനമാണ് ചേട്ടാ. അത് കാട് തന്നെ, പൂങ്കാവനം കാട് തന്നെ. ശരി. പിന്നെ അഗ്നിക്കോണിൽ ഹരിശ്രീ മാട്ടിനിരിപ്പുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുജന്റെ നിൽപ്പ് അത്ര ശരിയല്ല. ചേട്ടന്റെ നിൽപ്പ് ഒട്ടും ശരിയല്ല. മുണ്ട് താത്തിയുടെ പറഞ്ഞു വന്നപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല ചേട്ടാ, ഈ എന്താണ് ചേട്ടൻ ഈ ലക്ഷണമൊക്കെ പറയൂ. ലക്ഷണം മുഖം നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ആയിരിക്കും ഉല്ലാസേട്ടന്റെ മുഖം നോക്കിയിട്ട് ലക്ഷണം എന്ന് പറയും. നേരെ വന്നിരുന്നേ. അതിപ്പോ എന്ത് പറയാ, ഇങ്ങനെ കള്ളലക്ഷണമാണ്. ചേട്ടൻ ഉള്ളത് പറയുന്നത്, കാര്യം പറയണ്ട. ആരായാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ മാർട്ടിൻ ചേട്ടന്റെ ലക്ഷണം മുഖലക്ഷണം. ഓ, ഇവിടുന്നാ മുഖം വന്നേക്കണേ. എന്തോരം മുഖം ഇരിക്കണേ. എന്നാലും നല്ലൊരു ലക്ഷണമുണ്ട്, അവലക്ഷണമുണ്ട്. നല്ല ലക്ഷണം. ഓക്കെ, എന്നാ പിന്നെ അവരെ വിട്ടേരെ. എന്റെ മുഖത്ത് ലക്ഷണം എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട്. ഒരു മ്ലാനത മുഖത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എങ്ങാനും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു പേഴ്സ് നഷ്ടപ്പെട്ടോ? എങ്ങനെ മനസ്സിലായത്? അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടി. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിനകത്ത് എൻ്റെ ATM കാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ പാൻ കാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു, ഒരു പവർ ബാങ്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, മേക്കപ്പ് സെറ്റ് കുറച്ചുണ്ടായിരുന്നു, ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു, ഒരു ഐലൈനർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ചേട്ടാ പേഴ്സ് അല്ലേ നഷ്ടപ്പെട്ട? അലമാരയാണോ നഷ്ടപ്പെട്ടത്? അല്ല, എൻ്റെ പേഴ്സ് തന്നെയാണ് നഷ്ടപ്പെട്ടത്. ആണോ? എന്നാൽ ഒരു 51 രൂപ ദക്ഷിണ തന്നാൽ ഞാൻ ആ പേഴ്സ് തരാം. 51 രൂപ മതിയാ? അത് കുഴപ്പമില്ല, അതിപ്പോ നമുക്ക് 51 രൂപ അങ്ങനെ പറഞ്ഞതല്ല. 51 രൂപ 2000-ന്റെ നോട്ടായി പൊതിഞ്ഞി തന്നെ. ശരി, എന്തെങ്കിലും ആവട്ടെ. പേഴ്സ് കണ്ടുപിടിച്ച് തരും. കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ATM, പാൻ കാർഡ്, ലൈസൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര ഓഫീസിൽ കയറി ഇറങ്ങിയാലും ഇതാണോ നോക്കിയേ? അയ്യോ, ഇത് തന്നെയാണ് എന്റെ പേഴ്സ്. കള്ളാ, നിങ്ങൾ അടിച്ചു മാറ്റിയാണ്. കള്ളാന്ന് പറയലോട്ടോ. നിങ്ങൾ അതിനകത്ത് സാധനം ഉണ്ടോന്ന് മൊത്തം ഉണ്ടോന്ന് നോക്ക്. എല്ലാം ഉണ്ടോ നോക്കി നോക്ക്. എല്ലാ സാധനങ്ങളും നോക്ക്. ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നോക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും നമുക്ക് കണ്ടു കിട്ടാനില്ല. ഇതൊക്കെ കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു കൊടുക്കും. അത് ഇത്രയും കണ്ടുപിടിച്ച് എന്നെ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് തന്നല്ലോ ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഇത് പിടിച്ചോ. നിങ്ങൾ വലിയ സെലിബ്രിറ്റി, വലിയ ആളൊക്കെയാ. അയ്യോ, പക്ഷെ അതിനകത്തൊരു 2000 രൂപ പോലും കണ്ടില്ല. ഒരു 10 രൂപ ഇടായിരുന്നു. ഒരു 10 രൂപ ഇടായിരുന്നു. ഇത്രയും സെലിബ്രിറ്റി ഈ പേഴ്സിനകത്ത് കൈയിട്ട് പഴുതാരം പിടിച്ച് കടിച്ചാൽ തന്നെ. ഇത് കണ്ടോ? 2000 രൂപ ഇതെവിടെ ഇരുന്നു? ചേട്ടൻ കണ്ടില്ല? ഇല്ല. ഇതിനകത്തൊരു രഹസ്യം അറിയണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് എന്നത് കിട്ടിയില്ലല്ലോ. ആണോ? ഇതെവിടെ അടുത്തത് 4000 രൂപ. കാണിച്ചേ. ഇത് കണ്ടോ? കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത